എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ അധ്യായമായ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പം ഇവിടെ നമ്മൾ സമാന്തര ശ്രേണി എന്തെന്ന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം അവിടെ ബീജഗണിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 1, 3, 5, 7, 9 ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലേ. അതുപോലെ തന്നെ 2, 4, 6, 8, 10 ഇതും എന്താണ്, ഒരു സമാന്തര ശ്രേണിയാണ്. ഇതെന്താണ്, ഒറ്റ സംഖ്യകളുടെ ശ്രേണി, ഇത് ഇരട്ട സംഖ്യകളുടെ ശ്രേണി. നമ്മൾ ഈ 2, 4, 6, 8, 10 ഇത് എത്രയാണ്, ഒന്നാം പദം അല്ലേ. അതിനെ നമുക്ക് ഒന്നാം പദത്തിന് x1 എഴുതാം. x1 എത്രയാണ്, ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഉദാഹരണം പരിഗണിക്കുകയാണെങ്കിൽ x1 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അതുപോലെ തന്നെ x2 രണ്ടാം പദമാണ് x2, അത് എത്രയാണ്, 4. x3 എത്രയാണ്, 6. x4 ഇതെത്രയാണ്, 8. ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അല്ലേ. ഇതൊരു ഇങ്ങനെ തുടർന്ന് പോകുന്ന ഒന്നാം പദം 2, രണ്ടാം പദം 4 അങ്ങനെ പോകുന്നൊരു സംഖ്യയുടെ ശ്രേണിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ xn അതാണ് n-ാം പദം എന്ന് പറയുന്നത്, xn. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പോകുന്ന ഒരു ശ്രേണിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനിങ്ങനെ എഴുതാലോ, 2 ഗുണിക്കണം 1 അങ്ങനെ എഴുതാലോ. ഇതിന് നമുക്ക് എന്ത് എഴുതാം, 2 ഗുണിക്കണം 2 എന്ന് എഴുതാം അല്ലേ. ഇതിനെയോ 2 ഗുണിക്കണം 3 എന്ന് എഴുതാം. ഇതോ 2 ഗുണിക്കണം 4. അതായത് നമുക്ക് 2ൻ്റെ ഗുണനായിട്ട് നമുക്കിത് എഴുതാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ഗുണിക്കാൻ പറ്റും, 2 ഗുണിക്കണം n എഴുതാം അല്ലേ. 2 ഗുണിക്കണം n എഴുതാൻ പറ്റും അല്ലേ, ആണല്ലോ. അപ്പം x1 സമം 2 ഗുണിക്കണം 1, x2 സമം 2 ഗുണിക്കണം 2, x3 സമം 2 ഗുണിക്കണം 3. അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് xn എന്ത് എഴുതാം, 2 ഗുണിക്കണം n. 2 ഗുണിക്കണം n എന്ന് പറഞ്ഞാൽ എന്താണ്, 2n അല്ലേ. അപ്പം xn സമം എത്രയായിരിക്കും, 2n ആണ്. xn സമം 2n. അപ്പം ഇരട്ട സംഖ്യകളുടെ ശ്രേണി, അതായത് ഇരട്ട സംഖ്യയുടെ സമാന്തര ശ്രേണിയുടെ n-ാം പദം, അതായത് ബീജഗണിതം എന്ന് പറയുന്നത്, ബീജഗണിത രൂപം എന്ന് പറയുന്നത് ഏതാണ്, xn സമം 2n ആയിരിക്കും. ഏത് ശ്രേണിയുടെ, 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് xn സമം 2n. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ അടുത്ത ഉദാഹരണം, അതായത് 1, 3, 5, 7 ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഒന്നാം പദം എന്ന് പറയുന്നത് ഏതാണ്, x1 സമം 1 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം പറ്റും, 2 ഗുണിക്കണം 1 കുറക്കണം 1 എന്ന് എഴുതാം. 2 ഗുണിക്കണം 1 എത്രയാണ്, 2 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 2, 2 1 കുറച്ച ഉത്തരം എത്രയാണ്, 1 ആണ്. അപ്പം രണ്ടാം പദം എത്രയാണ്, 3 ആണ് കിട്ടിയത്. അതിന് ഞാനിങ്ങനെ എഴുതുന്നുണ്ട്, 2 ഗുണിക്കണം 2 കുറക്കണം 1, 2 ഗുണിക്കണം 2 കുറക്കണം 1, 2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞ ഉത്തരം 4, 4 1 പോയാൽ 3. അപ്പം മൂന്നാം പദം നോക്കാം, മൂന്നാം പദം 5 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2 ഗുണിക്കണം 3 കുറക്കണം 1 എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ ഈ പോകുന്ന ശ്രേണിയിൽ നമുക്ക് xn എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, xn എന്ന് പറയുമ്പം 2 ഗുണിക്കണം x1 എന്ന് പറയുമ്പോൾ ഇവിടെ 1, x2 എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം 2, x3 എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആയിരുന്നു. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം, xn എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം n കുറക്കണം 1, അതെന്താണ് 2n അല്ലേ, കുറക്കണം 1. അപ്പം xn സമം 2n കുറക്കണം 1. ഇതാണ് 1, 3, 5, 7 ഇങ്ങനെ പോകുന്ന ഒറ്റസംഖ്യാ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞത് ഏതാണ്, xn സമം 2n കുറക്കണം 1. എന്താണ്, xn സമം 2n കുറക്കണം 1, അല്ലെങ്കിൽ xn സമം 2n - 1 എന്ന് പറയാം അല്ലേ. അപ്പം ഇതാണ് ഏത്,
ഒറ്റ സംഖ്യാ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എക്സ് 1 അല്ലേ, അതായത് ഒന്നാം പദം x1 ആദ്യ പദം എന്ന് പറയും. ആദ്യ പദത്തിന് നമുക്ക് എഫ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ആദ്യ പദത്തിന് നമുക്ക് എത്ര കൊണ്ട് സൂചിപ്പിക്കാം? എഫ് എന്ന് പറയുന്ന അക്ഷരം, അതായത് ഫസ്റ്റ് ടേം എന്നാണ് അതിൻ്റെ ആദ്യത്തെ ലെറ്ററായ എഫ് ആണ്. അപ്പോൾ ഒന്നാം പദത്തിന് നമ്മൾ എന്താ പറയുക? ഫസ്റ്റ് ടേമായ എഫ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് രണ്ടാം പദം കിട്ടുന്നത് എങ്ങനെയാണ്? ആദ്യ പദത്തിൻ്റെ ഒന്നിച്ച് ഡി കൂട്ടണം അല്ലേ. ആദ്യ പദത്തിൻ്റെ ഒന്നിച്ച് ഡി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി എന്താണ്? നമ്മുടെ പൊതുവ്യത്യാസം. ആദ്യ പദത്തിൻ്റെ ഒന്നിച്ച് പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് രണ്ടാം പദം കിട്ടും. അപ്പം മൂന്നാം പദം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ആദ്യ പദത്തിൻ്റെ ഒന്നിച്ച് 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം അല്ലേ. ആണല്ലോ മൂന്നാം പദം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആദ്യ പദത്തിൻ്റെ ഒന്നിച്ച് 2 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാം പദം എക്സ് എൻ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ആദ്യ പദത്തിൻ്റെ ഒന്നിച്ച് n-1 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴായിരിക്കും. അത്രയ്ക്കൂടെ മൂന്നാം പദം എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം പൊതുവ്യത്യാസം. അപ്പോൾ എന്നാം പദം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 1 കുറച്ചിട്ട് പൊതുവ്യത്യാസം ഗുണിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് കൂട്ടണം. ഇവിടെ 2 പദങ്ങളുണ്ട്. അപ്പോൾ ഡി കൊണ്ട് നമുക്ക് ഗുണിച്ചാൽ ആദ്യം എന്ത് ചെയ്യുക? എന്നിനെ ഡി കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്നിനെ ഡി കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? എൻ ഡി അല്ലെങ്കിൽ ഡി എന്ന് കിട്ടും അല്ലേ. അടുത്തതോ -1 ഗുണിക്കണം ഡി എന്ന് പറഞ്ഞാൽ മൈനസ് ഡി. ഞാനൊന്ന് ഡി എന്നിനെ ആദ്യം എഴുതുന്നുണ്ട്. അടുത്ത എന്ത് ചെയ്താ? എഫ് കുറക്കണം ഡി. അപ്പോൾ ഡി എൻ കൂട്ടണം എഫ് കുറക്കണം ഡി. ഇതുവരെ മനസ്സിലായതല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ഞാനൊന്ന് ജസ്റ്റ് മാറ്റി എഴുതുന്നുണ്ട്. എ എൻ കൂട്ടണം ബി. ഇവിടെ എ എത്രയാണ്? എ സമം ഡി ആണ്. ബിയോ ബി സമം എഫ് മൈനസ് ഡി അല്ലെങ്കിൽ എഫ് കുറക്കണം ഡി അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് എൻ സമം എ എൻ കൂട്ടണം ബി. എന്ത് കിട്ടി? എക്സ് എൻ സമം എ എൻ കൂട്ടണം ബി. ഇതാണ് നമ്മുടെ ബീജഗണിതത്തിൻ്റെ സൂത്രവാക്യം എന്ന് പറയുന്നത്. അല്ല, എക്സ് എൻ സമം എ എൻ കൂട്ടണം ബി. ഇത് വെച്ചുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ.